അതെ ആരതി, ഞങ്ങൾക്കൊരു ഡൗട്ട്. എന്നാലും ഇത് എന്ത് കണ്ടിട്ട് സിദ്ധുവിനെ കെട്ടാൻ തീരുമാനിച്ചേ? അവനിപ്പോ എന്നാ കുഴപ്പം? 25 പെണ്ണ് കാണുന്ന വാശി ഉണ്ടായിരുന്നോണ്ടേ അളിന്റെ കല്യാണത്തെ ഇത്തിരി 25 പെണ്ണ് കാണല്ലോ. അവന്റെ കല്യാണം ലേറ്റ് ആയി ഇവരെല്ലാം കൂടെ കളിയാക്കുന്നതാ. അതെ, നമ്മുടെ കൂട്ടത്തിലെ പെർഫെക്റ്റ് ജെന്റിൽമാനാ സിദ്ധു. എനിക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ ട്രീറ്റ് ഉണ്ട്. സെൽഫി എടുക്കാം. നല്ല ദൂരം ഉണ്ടല്ലേ, ടയർഡായി. ഞാൻ മാനേജർ ഡേവിസ്. ഞാനാ ബുക്ക് ചെയ്തത്. ബാ നമുക്ക് പൊളിച്ചാടാം. ഈ തണുപ്പത്തോ? അവിടെയാണോ? ഇപ്പോഴും തുടങ്ങാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമല്ലോ. നമുക്ക് മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തുടങ്ങാം. ഓക്കെ സാർ ഇങ്ങോട്ട്. ശരി. റൂം നമ്പർ എത്രയാ? അങ്ങോട്ടാ. അങ്ങോട്ടാലേ. ഇത് 80 ഏക്കറാണ് സാർ. ഞങ്ങൾക്ക് ഇല്ല സാർ, ഒരു ഗ്രൂപ്പ് ഉള്ളപ്പോൾ ഞങ്ങൾ മറ്റാർക്കും കൊടുക്കാറില്ല. പ്രൈവസി നോക്കിയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. സ്റ്റാഫും മിനിമമേ ഉള്ളൂ. ചേട്ടാ മറ്റേ ഈവനിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ റെഡി അല്ലേ? എല്ലാം റെഡിയാണ് സാർ. പിന്നെ ഇവിടെ ബാറില്ല. ഞങ്ങളുടെ എൻജോയ് സാർ. നിനക്കാരതിന് മുമ്പേ ആളാവല്ലോ. നീ ഡക്കായി നാറുടാ. കരുനാക്കടുത്ത് വളരെ സിദ്ധു ആർക്കണ്ട് ബോൾ കൊണ്ടാ നോക്കാം. അതെ, ഇവിടെ ആളിരിക്കുന്നത് കണ്ടില്ല. സോറി. സോറി പറയുന്നടാ. അയ്യോ സാറേ, ഞങ്ങളുടെ കൂടെ ഡോക്ടർ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. എങ്ങടോ? നിങ്ങൾ ആരും നോക്കണ്ട. ചേട്ടാ, നോക്കിയാലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ പറ്റൂ. ഞാനൊരു ഡോക്ടറല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. ചേട്ടാ, ചേട്ടനൊന്ന് കാണിച്ചു കൊടുക്ക്. അത്ര നിർബന്ധമാണ്. നീ നിന്റെ കാണിച്ചു കൊടുക്കണം. അയ്യോ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായ ബോൾ അവിടെ കൊണ്ടുവന്നു. ലേഡീസ് എല്ലാം വിട്ടോ വിട്ടോ വിട്ടോ. അല്ല ശരിക്കും നിങ്ങളെല്ലാരും എന്റെ മുമ്പിൽ നിന്ന് പോയേ. കളഞ്ഞിട്ട് പാടേ, ആയി കുഴപ്പമൊന്നുമില്ല. അല്ലേട്ടാ, ഈ ബോള് കിട്ടി. ആഹാ, വാടാ. ഓൾറെഡി ആരും പറയണ്ടേ? അയ്യോ, എന്റെ കുപ്പി. കേട്ടോ, ഇതിലൊരു തുള്ളി പോലും ബാക്കിയില്ല. എന്റെ മേല് വേണിച്ചാ ഞാൻ സഹിക്കും, പക്ഷെ മദ്യം പോയാൽ സഹിക്കില്ല. ആരാടാ ബോളടിച്ചേ? അല്ലെങ്കിൽ അതിന് വേണ്ട. ഓക്കെ ചേട്ടാ, അതിന് ഞങ്ങൾ മനഃപൂർവ്വം അടിച്ചൊന്നും അതൊന്നും എനിക്കറിയണ്ട. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് പകരം കള്ള് വേണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാ? ഇവിടെ കള്ളൊന്നുമില്ല. സ്കോച്ചാണല്ലേ? സാരമില്ല, ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അതിന് ബോൾ നിങ്ങളുടെ വേറെ കണ്ടല്ലേ കൊണ്ടത്? കുപ്പിയിലല്ലോ. വേറെ കണ്ട നിനക്കെന്താ പുജ്ഞം? അതിനെല്ലാം പറ്റിയിരുന്ന കാണായിരുന്നു ഇപ്പം. ഹലോ മിസ്റ്റർ, ഈ ഇടപെടാന്നുള്ള വിളിയൊന്നും വേണ്ട. മര്യാദക്ക് സംസാരിച്ചാൽ മതി. ഇയാളെന്താ ആളെ കളിയാക്കുവാണോ? എടാ, നമ്മുടെ കുപ്പിയില്ലേ, അതിന്ന് ഒരെണ്ണെടുത്ത് കൊടുക്ക്. അയ്യടാ, അയാളുടെ കൂത റമ്മിന് വരെ നമ്മുടെ സ്കോച്ച് കൊടുക്കണം. ഇതൊക്കെ അയാളുടെ നമ്പറല്ലേ? ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. അതെ, ആ പരിചയതരോട് തർക്കിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, പ്രത്യേകിച്ച് ലേഡീസ് ഉള്ളപ്പോൾ. അതുകൊണ്ട് ഒരു കോംപ്രമൈസ്. അതുകൊണ്ട് മാത്രം എനിക്ക് ഇതേ മദ്യം ഒരു ഫുള്ള് വാങ്ങിച്ചു തന്നാ മതി. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അതെ, ഇല്ലെങ്കിൽ താൻ എന്നാ ചെയ്യും? ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. എടാ സിദ്ധു, ഇയാളല്ലേ നിന്നോട് പറഞ്ഞേ ഇവിടെ വേറെ ഗസ്റ്റ് ഇല്ലെന്നും ഇവര് വലിയ പ്രൈവസി നോക്കുന്നവരാന്നൊക്കെ? അയ്യോ മാഡം, ഇത് ഗസ്റ്റ് അല്ല, MD-യുടെ ഫ്രണ്ട്. എടാ ജിതേഷേ,
വെറുതെ ഇഷ്യൂ ആക്കണ്ട. അതങ്ങ് വാങ്ങിക്കൊടുത്തേക്ക്. നമ്മുടെ ട്രിപ്പിന്റെ മൂഡ് പോവും. ആ, അതാണ് മാഡം, അതാണ്. ഇവിടെ വല്ല ലോക്കൽ സാധനം കിട്ടുമോ? സാർ ഇവിടെ ബാറില്ല. അല്ലാതെ കുഴപ്പമില്ല, ഞങ്ങൾ കാശ് തരാം. നിങ്ങൾ ആരെങ്കിലും വിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കും. അയ്യോ സാറേ, ഇവിടെ ലോക്കൽ ഇലക്ഷൻ ആയതുകൊണ്ട് ബിവറേജ് എല്ലാം അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. എനിക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിലൊരു ബോട്ടിലിങ്. കൊള്ളാലോ പരിപാടി. എടോ തന്റെ കൂതറ സാധനത്തിന് പകരം ഞങ്ങൾ ഇങ്ങനെ സ്കോച്ച് തരണം. ഇത് വെറുതെ വേണ്ടേ, കാശ് തരാം. പിന്നെ തനിക്ക് കള്ള് വിൽക്കാനല്ലേ ഞങ്ങൾ ഇവിടെ ഈ വന്നിരിക്കുന്നത്? കള്ളം വെക്കും, കപ്പ വെക്കും. പ്ലീസ് വഴക്കോട്ടെ സാർ, പ്ലീസ്. താനിത് തരാൻ വേണ്ട. ഇതെന്താണെന്ന് എനിക്കറിയാം. താനെന്താ പേടിപ്പിക്കുകയാണോ? കുറെ നേരമായല്ലോ താൻ ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഷൈനിങ് ആണോ? എന്റെ ഷൈനിങ് കൊച്ചു താങ്ങത്തില്ല. ചേച്ചി വേണ്ട. എല്ലാത്തിനും ഒരു ന്യായം വേണം. സമാധാനമായിട്ട് അവിടെ ഇരുന്ന് കള്ളു കുടിച്ചോണ്ടിരുന്ന എന്നെ നിങ്ങളൊരു പന്ത് ഉപയോഗിച്ച് പീഡിപ്പിക്കുകയും എന്റെ ഒരു കുപ്പി മദ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ശാരീരിക പീഡനം അത് വേണ്ട, ഞാൻ സഹിച്ചു. പക്ഷെ മദ്യം നഷ്ടപ്പെട്ടാ ഞാൻ സഹിക്കില്ല. പകരം എനിക്ക് മദ്യം വേണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോത്തില്ല. താനിതൊന്നും കാണുന്നില്ലേ? ഇയാളെ പോലെ ഓസിന് താമസിക്കാൻ വന്നവരല്ല ഞങ്ങളൊന്നും. ഒരു കാര്യം പറയട്ടെ. വേണ്ട, രഹസ്യമാണോ? സാധനം കിട്ടാൻ വഴിയുണ്ട്. അഭ്യാസമാണോ? അല്ലല്ലോ. എന്നാ വാ. കഷ്ടല്ലേ? എന്താ സാറേ, ഇവിടെ ലോക്കൽ വാറ്റ് കിട്ടുന്ന സ്ഥലമുണ്ട്. കാശ് തന്നാൽ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. കണ്ണടിച്ചു പോവൂ. ഇല്ല സർ, ഈ ലേഡീസ് അതല്ല സർ, ഈ ലേഡീസ് പ്രസവം കഴിയുമ്പോ അവർക്ക് കൊടുക്കാനായി ഇവിടേക്ക് ഒരു മരുന്ന് മാറ്റും. കരിപ്പെട്ടിയും കരിഞ്ചീരും കള്ളും കൂടി കോട ഉണ്ടാക്കി അതിൽ കോഴിയിറച്ചിയും പച്ചമരുന്നും കൂട്ടി ഇടിച്ച് വാറ്റി സ്വയം സാധനം കിട്ടുവാടെ. പിന്നെ സാധനം കിട്ടി സാറേ. നിന്റെ പേരെന്തര്? കുമാർ സാർ. കുമാർ സാനു അനിയൊരു പാട്ട് പാടാ. നമ്മളെ തമ്മിലുള്ള പ്രശ്നം തീർന്നു. ഈ കുമാർ സാറിന്റെ കാശ് കൊടുത്താൽ മതി, ഇവ സാധനം കൊണ്ട് തരും. എടാ സിദ്ധു, ഈ മാറത്തിനെ ഒഴിവാക്കി വിടും. എടോ കാശ് ഞാൻ തന്നേക്കാം. വാടാ നമുക്ക് ഇനി കളിക്കാം. നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചോ? ഓ പിന്നെ ഇയാളുടെ അനുവാദം വേണമല്ലോ കളിക്കാൻ. നീടാ. അതേ വേണം, ഞാനും കൂടെ കൂടാം. അയ്യോ വേണ്ട. ഞാൻ നല്ലൊരു ഓൾറൗണ്ടറാണ്. ചേട്ടാ നമ്മൾ കളി നിർത്തി. ചേട്ടാ പോ. കഥയും ചിരിയും മാറി കൗമാരം വന്ന് കേറി എവിടെയോ കണ്ടു മറന്ന മുഖം. പഴയ നമ്പറാ ചേട്ടാ. ട്രൈ സംതിങ് ന്യൂ. അത് പുഴയാണോ? അല്ലല്ല, അത് പുഴയല്ല, അത് ഡാമിന്റെ റിസർവയറാ. നല്ല ഭംഗിയുണ്ടല്ലോ അവിടെ. ആ നല്ല രസമുണ്ട്. വാ നമുക്കൊരു സെൽഫി എടുക്കാം. Smile. അതെ, വേറെന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? അതോ, അത് നമ്മുടെ ആനി അല്ലേ? ആനി കാരിങ്ങാ. നിന്നെ ഒരു അന്വേഷിക്കുന്നു. നീ അങ്ങോട്ടേല്ലേ? ആണോ? എന്നാ നിങ്ങൾ സംസാരിച്ചേക്ക്. ആരുടെ എല്ലാവരോട്ടൊന്നും കമ്പനി ആണല്ലോ. അതൊക്കെ ഞങ്ങൾ ശരിയായിക്കോളാം. നീ ചെല്ലേ. താങ്ക് യു. ഞാനിതല്ല വലിക്കുന്നത്. നിങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആരാ? ഞങ്ങളൊരു 7 പേര് കോളേജ് ക്ലാസ്മേറ്റ്സാ. പിന്നെ അവരുടെ ഭാര്യമാരുണ്ട്. ഒരുത്തൻ കെട്ടാൻ പോകുന്ന പെണ്ണുണ്ട്. അവന്റെ പാർട്ടിയാ. ഇയാളെന്താ ഒറ്റയ്ക്ക്? ഹസ്ബൻഡ്? ഐ എം എ ഫ്രീ ബേർഡ്. ഐ എം സെപ്പറേറ്റഡ്. ഓ, അത് നന്നായി. അല്ല, എല്ലാം നല്ലതിനാണെന്ന് പറഞ്ഞ. ആർ യു നോട്ട് മാരിഡ്? കഴിച്ചെന്നും പറയാം, ഇല്ലെന്നും പറയാം. ബൈ ദ വേ, ഐ എം ഫിദ. ഐ എം ചന്ദ്രശേഖർ. നല്ല ഫോട്ടോ അല്ലേ? ഇത് നോക്കി നോക്ക്. ഒരെണ്ണം കൂടി എടുക്കാം. നല്ല ചിരിയാ. എടോ, കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ പിണക്കാലും അമ്മായിയമ്മയെ പിണക്കരുത്. അതാ എന്റെ പോളിസി. സക്രയുടെ അമ്മയും ഞാനും തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാ. ശരിക്കും കൂട്ടുകാരെ പോലെ. എന്നെ പറ്റി പുള്ളിക്കാരത്തി ഇതുവരെ ഓരോ കുറ്റവും പറഞ്ഞിട്ടില്ല. അത് ആനി പറഞ്ഞത് ശരിയാ. നമ്മുടെ ഫിദയുടെ കാര്യം തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ?
ആ ഷെഫീഖിന്റെ ഉമ്മയായിട്ട് എന്നും വഴക്കായിരുന്നു. പിന്നെ പുള്ളിക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ അല്ലേ? അതെ, സാമിച്ചാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സത്യസന്ധത കൈവിടാതെ ജീവിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതം ഐശ്വര്യമുള്ളതായിരിക്കും. അതെ, സത്യം പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവും. എന്തിന്?